കൊറേ നാളായി ഞമ്മളെ ബാപ്പാനോട് ഞമ്മളൊന്ന് കറങ്ങാൻ കൊണ്ടുപോവാൻ പറയണ്. ഇന്നെങ്കിലും ഒന്ന് സമ്മതിച്ചല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടോ, എന്റെ വാപ്പച്ചി ആൾക്കാർ പറയും പോലെ സ്നേഹമില്ലാത്ത വാപ്പല്ലാന്ന്. ആൾക്കാര് പറയുന്നത് അത് മാത്രല്ലല്ലോ, എന്റെ ബാപ്പ ഒടുക്കത്തെ പിസ്കനാണെന്നും പറയാറുണ്ട്. അതൊക്കെ അസൂയക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കണണ്ട. എന്റെ വാപ്പച്ചി അങ്ങനെ തലവലാതിയൊന്നല്ല. ബാപ്പച്ചി ഐസ്ക്രീം പാർലർ, നമുക്കൊരു ഫ്രൂട്ട് സലാഡ് വാങ്ങിത്തരാ ബാപ്പ? എന്ത് 30 റുപ്യന്റെ ഫ്രൂട്ട് സലാഡോ? 30 റുപ്യക്ക് 1 കിലോ അരി കിട്ടും മലാലെ. വേണമെങ്കിൽ 50 പൈസനെ 2 മിഠായി വാങ്ങിത്തരാം. ഇപ്പോഴൊന്ന് തിന്നോ, തിരിച്ചു പോകുമ്പോ മറ്റൊന്ന് തിന്നോ. ഇപ്പൊ മനസ്സിലായി ബാപ്പാ. എന്ത്? ബാപ്പച്ചി നാട്ടുകാര് പറയുന്ന പോലെയുള്ള പിസ്കനല്ലാന്ന്. താങ്ക് യു മോനെ, താങ്ക് യു. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിസ്കനാണെന്ന് ഇപ്പൊ മനസ്സിലായി ബാപ്പ. അല്ലാ ബാപ്പച്ചി, ഞമ്മളെ കാലിലാണ് കേറി. അല്ലാ, അങ്ങനെ വേണടാ. സ്വന്തം ബാപ്പാനെ പിസ്കാന്ന് വിളിച്ചതിനുള്ള കൂലിയാണിത്. പിസ്ക അല്ല ബാപ്പ, ഞമ്മളെ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോ. ആണുകാല് തന്നെ ഉണ്ട് ബാപ്പ. പഠിച്ചോനെ, സുക്കൂറെ, ഡോക്ടർമാർക്ക് ഇപ്പൊ മുടിഞ്ഞ ഫീസാണ്ട. 10 കിലോ അരിന്റെ പൈസ ഒറ്റയടിക്കാൻ കൊണ്ട് പോകും. മരുന്നിനാണെങ്കിൽ അതിലും കൂടുതൽ പൈസ വേണം. വേണ്ട മോനെ, ഇതൊക്കെ വാപ്പ ശരിയായി തരാ. എന്റെ ബാപ്പ വേഗം ഡോക്ടറെ എടുത്ത് കൊണ്ടുപോ. ബാപ്പ കാണി കിട്ടൂല. ആര് പറഞ്ഞ്? ബുദ്ധി വേണടാ, ബുദ്ധി. ഈ ഇവിടേക്ക് ഞമ്മള് പോയിട്ട് ഒരു കാന്തം സംഘടിപ്പിച്ചുകൊണ്ട് വരാം. കാന്തോ? അതെന്തിനാ? എടാ, കാന്തത്തിന്റെ ആകർഷണ ശക്തി കൊണ്ട് ആണി പുറത്തേക്ക് ചാടി പോരൂല മോനെ.